ലാലിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഞാനില്ല ഒരു ഗ്ലിസറിൻ ഇല്ല ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ച്യൂ ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ അനാവശ്യമായിട്ട് ഒരു ച്യൂയിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ സിനിമയ്ക്കൊക്കെ അംഗീകാരം കിട്ടാതെ പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നല്ലൊരു പോലീസുകാരനെ നിങ്ങളൊരു പിമ്പാക്കിയോ, മകളെ കൂട്ടിക്കൊടുക്കുന്ന ആളാക്കിയോ. തനിയാവർത്തനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളെ കൊല്ലുന്ന സീക്വൻസൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സീക്വൻസാണ്. ഇതിനി മറ്റു ഭാഷകളിൽ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഐ പ്രൂവ്ഡ്. ചേഞ്ച് ലിങ്കൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മളെവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദേവദൂതൻ എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടുകയാണ്. 2000 ഈ സിനിമ പരാജയമായപ്പോൾ ഇനിയൊരു സിനിമ ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള സംശയത്തിലേക്ക് സാർ എത്തിയിരുന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് റിലീസ് ചെയ്ത് അത് വീണ്ടും വലിയൊരു വിജയമായപ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? അന്ന് സിനിമ ജീവിതം നിർത്തിയിരുന്നെങ്കിൽ അതൊരു തെറ്റായി പോവില്ലായിരുന്നു? ഇല്ല, അത് തെറ്റോ ശരിയോ എന്നുള്ളത് ഈ 24 വർഷത്തിന് ശേഷം ഇങ്ങനെ റിലീസ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അന്ന് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയത് നമ്മൾ ഏകദേശം 18 വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കഥ, അത് സിനിമയാകാൻ ആഗ്രഹിച്ചത് സിനിമയായിക്കഴിഞ്ഞപ്പോൾ അത് നിരാകരിക്കപ്പെട്ടപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു. എനിക്ക് തെറ്റിപ്പോയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായി. കാരണം ഞാൻ അത്രയും കോൺഫിഡൻസോടുകൂടി ചെയ്തൊരു പ്രോജക്റ്റാണ് അത്. പക്ഷേ അത് ഈ രീതിയിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായപ്പോൾ എനിക്ക് വീഴ്ച പറ്റിപ്പോയത് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാതായി. അപ്പം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതായി. ഇനി പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നെനിക്ക് സംശയമായി. എന്നാൽ അതിനു മുമ്പ് കുറേ സിനിമകൾ ചെയ്തതെല്ലാം വലിയ രീതിയിൽ കൊമേഴ്ഷ്യലിയും അല്ലാതെയുമൊക്കെ ആൾക്കാർ സ്വീകരിച്ചതാണ്. പക്ഷേ ഇവിടെ എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം ഇതാണ് ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നൊരു സബ്ജക്റ്റാണിത്. നല്ല രീതിയിൽ അത് തിയേറ്ററിൽ റെസ്പോൺസ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഒറ്റ ഒരു നോൺ ഷോ കൊണ്ട് ഇല്ലാതായി തീരുമ്പോൾ നമ്മളെ ടോട്ടലി ഞാൻ അടുത്തത് എന്താണെന്ന് അറിയാൻ മേലാത്തൊരു കൺഫ്യൂഷനിലേക്ക് പോയി. പിന്നീട് ആ സിനിമ ഒരു കൾട്ട് മൂവി അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ എല്ലാവരും അതിരുന്ന് കാണുന്ന രീതിയിലേക്ക് ആ സിനിമ മാറുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു സാറിൻ്റെ ഒരു ഫീൽ? അവിടെ നിന്നായിരുന്നു അതൊരു റിലീസ് എന്ന ചിന്തയിലേക്കൊക്കെ പിന്നീട് എത്താൻ കാരണം? ഇല്ല, അപ്പോഴും ആൾക്കാർ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്കത് സന്തോഷം തരുമായിരുന്നില്ല. കാരണം നമ്മളുടെ എഫേർട്ട് എവിടെയാണോ അംഗീകരിക്കപ്പെടേണ്ടത് ആ പോയിന്റിൽ അംഗീകരിക്കപ്പെട്ടില്ല. തിയേറ്ററിലായിരുന്നു സ്വീകരിക്കപ്പെടേണ്ടത്. തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതിരിക്കുകയും അതിൻ്റെ നിർമ്മാതാവിനെ സംബന്ധിച്ചോളം അദ്ദേഹം അന്നുവരെ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയ എല്ലാ കാര്യവും അയാളും സിനിമ മാത്രം ഒരു പാഷനോടെ പിൻപറ്റിയൊരു നിർമ്മാതാവാണ്. അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. ഒരുപാട് കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാക്കിയ ഒരാളാണ്. പക്ഷേ ഈ ഒറ്റ സിനിമ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സകല ഫോർച്യൂൺസും ഇല്ലാതായി തീരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അതും എന്നെ വല്ലാതെ ബാധിച്ചു. അപ്പോൾ അങ്ങനെയൊരു പിന്നീട് ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ അവിടെയൊക്കെ കണ്ടിട്ട് ഇതിനെ ആസ്വദിച്ചത് കൊണ്ട് നമുക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നികത്തപ്പെടുന്നില്ലല്ലോ. ഇങ്ങനൊരു റിലീസ് ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇതിനങ്ങനെയൊരു കാലം ഇങ്ങനെയൊന്നും കാത്തു വെച്ചിരുന്നു നമുക്കറിയില്ല. പക്ഷേ ആ സിനിമയുടെ പരാജയത്തിൻ്റെ ആ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു തോട്ട് ഇത് ഞാൻ തെറ്റല്ല എന്ന് പ്രൂവ് ചെയ്യണം. എനിക്ക് അപ്പോഴും ഉറപ്പുണ്ട് ഇത് നിരാകരിക്കപ്പെടേണ്ട, ആൾക്കാർ തള്ളിക്കളയേണ്ട ഒരു സിനിമയല്ല, ഒരു കഥയല്ല, ഒരു തോട്ടല്ല. അതെവിടെയെങ്കിലും ഇത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഇത് മനസ്സിലാക്കാൻ, ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും ലാംഗ്വേജിൽ പരാജയപ്പെട്ടൊരു സിനിമ എന്ന നിലയിൽ മലയാളത്തിൽ വീണ്ടും അതിന് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ മറ്റേതെങ്കിലും ഭാഷയിൽ ഇത് ചെയ്യാൻ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ തെറ്റല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ അങ്ങനെ അവസരം എൻ്റെ മുമ്പിലേക്ക് വന്നില്ല. കാരണം ആരോട് പറയുമ്പോഴും ഞാനൊരിക്കലും ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ ഇങ്ങനെ ഈ കാര്യങ്ങളുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും അദ്ദേഹം ഈ സിനിമ കണ്ട ശേഷം അദ്ദേഹം ഒരു വിജയിച്ച ചിത്രമാണെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. പരാജയപ്പെട്ട ചിത്രമാകുമ്പോൾ എന്തോ ഇതിനകത്ത് കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടതെന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ഇത് വേറൊരു ലാംഗ്വേജിൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആരെങ്കിലും അതിൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ തിയേറ്ററിക്കൽ റെസ്പോൺസൊക്കെ അവർ പരിഗണിക്കുമ്പോൾ അവർ പിന്നോട്ട് പോകും. അങ്ങനെ
എന്തോ മുന്നോട്ട് ഈ രണ്ടാമത് സിനിമ വരാൻ സാധ്യത ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു റിലീസ് സംഭവിക്കുന്നത്. അതൊരു അസാധ്യമാണ്, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത. ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ പിന്തള്ളപ്പെട്ടു പോയൊരു സിനിമ പിന്നീടുണ്ടായൊരു ജനറേഷൻ അതിനെ കാണുകയും അതിനെ ആസ്വദിക്കുകയും അതിൻ്റെ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അത് വീണ്ടും റിലീസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. സോ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ ഒരിക്കലും അല്ലേ, ഒരു ഹ്യൂമൻ ഒരു തോട്ട് പ്രോസസ്സിൽ നമുക്കൊരിക്കലും ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്നോ. അപ്പോൾ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. മോഹൻലാൽ എന്ന് പറഞ്ഞ പോലെ ദർ ഇസ് എ മാജിക് ഇൻ ദിസ്, ദർ ഇസ് എ മിസ്റ്ററി ഇൻ ദിസ്. അപ്പോൾ ഇതൊരു, ഞാനെപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, അത് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നാണ്. നമുക്ക് മുകളിലുള്ള ഒരു ശക്തി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത്ര വലിയ സ്വീകാര്യതന് കിട്ടുന്നത്? ഇത് റിലീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ പഴയ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിൽ നമ്മൾ ഉണ്ട്. ഇനിയും നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഇത് കൊണ്ടുവരികയും അത് വീണ്ടും ഈ പറയുന്നവരൊക്കെ തിയേറ്ററിൽ വന്നില്ലെങ്കിലോ ഇത് വേണം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിലീസിനോട് അടുക്കുന്ന ഘട്ടത്തിൽ ഭയങ്കരമായ ഒരു വെയിറ്റിംഗ് എന്ന ഒരു ഇങ്ങനെ ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്. പക്ഷെ അതിന് മുകളിലേക്ക് ഉള്ള ഒരു റെസ്പോൺസ് തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടാകുന്നു. തിയേറ്ററിലെ ഒരു കാഴ്ചകളും നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു. കാരണം ആദ്യത്തെ ആ എന്തിരോ മഹാനുഭാവലും പാട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കാർ കൈയടിച്ച് തുടങ്ങുന്നത്, പടം എൻഡ് ചെയ്ത് വീണ്ടും ആ എന്തിരോ മഹാനുഭാവലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ പടം കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടും എഴുന്നേറ്റ് പോകാതെ ആ പാട്ട് മുഴുവൻ കണ്ട ശേഷമാണ് അവർ തിയേറ്ററിൽ സീറ്റിൽ നിന്ന് എണീക്കുന്നത്. അത് വേൾഡ് വൈഡ് അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളിൽ ഇതൊക്കെ ഒരേ റിയാക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു യുണീക്കായിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് ഇത്രയും വലിയൊരു ഓഡിയൻസ്, പല ദേശങ്ങളിലും ഭാഷകളിലൊക്കെ ഉള്ള ആൾക്കാർ ഇതിനോട് ഒരേപോലെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത്ഭുതകരമാണ്. അന്ന് കൂവിയ ഇടങ്ങളിലെല്ലാം ഇന്ന് കയ്യടിയാണ് തിരിച്ചു വരുന്നത്. ടോട്ടലി റിവേഴ്സ്ഡ് ആവുകയാണ്. അത് അത്ഭുതമാണ്. ദാറ്റ് ഈസ് ഒരു ഹെവൻലി മെസ്സഞ്ചർ. നമ്മൾ ദേവദൂതൻ എന്ന് പറഞ്ഞൊരു ഹെവൻലി മെസ്സഞ്ചറാണ്. എല്ലാവരും പറഞ്ഞു ഇതിനകത്ത് ഏതോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഈ സിനിമയിൽ ഇപ്പം നമുക്ക് പണ്ട് ഉള്ള ദേവദൂതനിൽ ജഗതിയുടെ ഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ റിലീസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? അതിനെക്കുറിച്ച് കുറേ ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് സംവിധായകൻ എന്നുള്ള നിലയിൽ സാറിന് പറയാനുള്ളത്? ആ സിനിമയുടെ ആദ്യ തൊട്ട് അങ്ങനെ ഒരു ട്രാക്കില്ല, അങ്ങനെ ഒരു ക്യാരക്ടറില്ല. ഞാൻ 42 വർഷം മുമ്പ് ഈ കഥ എഴുതുമ്പോൾ അങ്ങനെ ഒരു ട്രാക്കില്ല. ഇത് സ്ട്രെയിറ്റായിട്ട് ഈ അന്നൊരു 7 വയസ്സുള്ള കുട്ടിയാണ് അതിൻ്റെ പ്രോട്ടോഗണിസ്റ്റായിട്ടുള്ളത്. ആ കുട്ടിയിലൂടെ ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു നിഖിൽ മഹേശ്വറിൻ്റെ ഒരു ആത്മാവിൻ്റെ ഇടപെടൽ വന്ന് ഈ സ്ത്രീയിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നത് മാത്രമാണ് കഥ. അതിനകത്ത് മറ്റ് ഹ്യൂമറോ അല്ലെങ്കിൽ സൈഡ് സ്റ്റോറികളോ ഒന്നുമില്ല. അത് രണ്ടാമത് ഞാൻ 2000-ൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ എഴുതി, ഒരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട്. ക്യാമ്പസിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാരായ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള അവർ ഈ പ്ലേയിലെ ഹീറോയിനും അവരായിരുന്നു. അവരിലൂടെ ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വേർഷനാണ് ചെയ്തത്. അപ്പോഴും ഈ സൈഡ് സ്റ്റോറികളില്ല. മോഹൻലാൽ ഇതിനകത്തേക്ക് താല്പര്യപൂർവ്വം വന്നു കഴിഞ്ഞപ്പോൾ, മോഹൻലാൽ എന്ന് പറയുന്നൊരു സൂപ്പർ താരത്തിൻ്റെ എൻട്രി, ആ സമയത്ത് അയാളൊരു സൂപ്പർ ഹീറോ ഇമേജിൽ അങ്ങനത്തെ ഒരു അമാനുഷിക കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ, നരസിംഹം പോലെയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ പ്രേക്ഷകർ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുടെ നമ്മളുടെ ഒരുപക്ഷെ നമ്മളുടെ കാൽക്കുലേഷനിലുണ്ടായ തെറ്റായിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ പ്രേക്ഷകർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ വരുമ്പോൾ അത് ഒരു ആക്ഷനും ഹ്യൂമറും ഒക്കെ വരുന്ന ഒരു പാക്കേജ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ ഒരു ആക്ഷൻ പോർഷൻ ഉണ്ടായിരുന്നു. അത് കഥയായിട്ടൊരു ബന്ധമില്ല. ഇതിപ്പോഴും ആ ആക്ഷനോ അതൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടും ഇതിനെ ബാധിക്കുന്നില്ല. ഈ കഥ സ്റ്റോറി നറേഷനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അമ്പളിച്ചേട്ടൻ്റെ ജഗതി ശ്രീകുമാറിൻ്റെ ആ പോർഷനും കഥയുടെ ഒരു ഘട്ടത്തിലും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അത് വേറെ ഒരു ട്രാക്ക് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും ഇതിനെ ബാധിക്കുന്നത്. നമുക്ക് കഥ മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യത്തെ എന്തായിരുന്നു നമ്മുടെ സ്ക്രീൻ പ്ലേയുടെ ഒരു ബേസ് എന്തായിരുന്നു, അതുമാത്രം പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അനാവശ്യമായിട്ട് അന്ന് നമ്മൾ കൂട്ടിച്ചേർത്തൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിയെന്നേ ഉള്ളൂ.
പക്ഷേ ആ കോമഡികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേരേ ഉള്ളൂ, വലിയ അധികം ആൾക്കാരും ഇല്ല. കാരണം ഈ കട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയെന്ന് പറയുന്നവരാണ് ഒരു 90% ആൾക്കാർ. ഒരു 10% ആൾക്കാരാണ് ഒരുപക്ഷെ അമ്പിളിച്ചേട്ടനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത്. അമ്പിളിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയോടുള്ളല്ലോ, നമ്മുടെ ആ കഥയിലെ ആ ക്യാരക്ടർ, ആ ട്രാക്കാണ് മാറ്റുന്നത്. അമ്പിളിച്ചേട്ടൻ നമ്മളെല്ലാവരും എൻ്റെ കൂടെ തന്നെ എത്രയോ സിനിമകൾ ചെയ്ത് നമുക്ക് ഏറ്റവും റെസ്പെക്റ്റുള്ള, ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ എന്തെങ്കിലും അദ്ദേഹത്തോട് തെറ്റ് ചെയ്യുകയൊന്നുമല്ല ചെയ്തത്. ഈ സിനിമയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അത് സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ചെയ്തതിൽ ശരിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. സാറിപ്പം പറഞ്ഞു ഈ സിനിമ നേരത്തെ പരാജയപ്പെട്ടപ്പോൾ മറ്റ് ഭാഷകളിലേക്ക് ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും മറ്റ് ഭാഷ താരങ്ങളെയൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഇനി അങ്ങനെ എന്തെങ്കിലും സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഈ സിനിമ അന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ ആദ്യത്തെ വേർഷനുണ്ട്, 7 വയസ്സുള്ള കുട്ടി ആയിട്ടുള്ള ആ വേർഷനാണ്. അതും ഈ അലീന എന്ന് പറയുന്ന ക്യാരക്ടർ. അതിലാരായിരിക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം പുതിയ കുട്ടിയെ കണ്ടെത്തേണ്ടി വരും. മറ്റ് അലീനയുടെ വേഷത്തിലേക്ക് ആരാന്നുള്ളത് ചിന്തിച്ചില്ല. ചിലപ്പോൾ ജയപ്രദയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ്, കാരണം അവരവിടെയും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ചില ചിന്തകൾ പലയിടത്തും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഭാഷകൾ തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ചെറിയ എൻക്വയറീസൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിച്ചാൽ സംഭവിക്കും. എനിക്കിപ്പോൾ അത്രയും കീനല്ല. ഞാൻ മുമ്പുണ്ടായിരുന്ന പോലെ ഇതിനി മറ്റ് ഭാഷകൾ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഐ ഹാവ് പ്രൂവ്ഡ് നമ്മളെവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മറ്റൊരു ഭാഷയിൽ ഇത് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു കഥയായതുകൊണ്ട് ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ, ഇപ്പോൾ കണ്ടതിനേക്കാളും ബെറ്റർ വേർഷൻ എനിക്ക് ഇനി ചെയ്യാൻ പറ്റും. ഒരിക്കൽ ചെയ്തതായതുകൊണ്ട് അതിൻ്റെ ഫ്ലോസൊക്കെ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം. ഞാൻ ചെയ്ത് വെച്ചതിനകത്ത് ഉണ്ടായ ഫ്ലോസ്, മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഫ്ലോസ് ഉണ്ട്. ആ ഫ്ലോസ് മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എനിക്ക് മറ്റൊരു ഭാഷ ചെയ്യാൻ കഴിയും. കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്ന, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അതില്ലാതിരുന്നൊന്നുമല്ല, പക്ഷേ മലയാളത്തിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു പ്രൊഡക്ഷൻ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് വേർഷൻ വേണോ, അത് ചെറിയ കുട്ടികളെ അതാണോ, അത് ക്യാമ്പസ് കുട്ടികളാണോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ലാൽ ചെയ്ത പോലത്തെ വേർഷനാണോ ഒന്നും ചിന്തിച്ചില്ല. അതങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ചിന്ത വരുമ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അത് വൺ ഓഫ് എ കൈൻഡ്, അങ്ങനത്തെ ഒരു ഏറ്റവും ബെസ്റ്റ് വേർഷൻ തന്നെയായിരിക്കും. ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെയും ആർക്കും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് റിലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവർക്ക് ഇത്തരം ജോണറുള്ള സിനിമകൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലരും ഈ സിനിമയെ കണ്ടിട്ട് ഇതിനകത്ത് ചേഞ്ച് ലിങ്ക് എന്നൊക്കെ പറയുന്നൊരു സിനിമയുടെ ഇൻസ്പിറേഷനാണ്. ചേഞ്ച് ലിങ്കൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടത് ഈ പടം ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ വന്നപ്പോഴാണ്. ഇത് റിലീസൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിൻ്റെ കണക്ഷനൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇതെന്താണ് ഈ ചേഞ്ച് ലിങ്ക് എന്നുള്ളത് അറിയാൻ വേണ്ടി പോയത്. അതൊരു കുട്ടി മരിക്കുന്നതും അത് മ്യൂസിക് ഉണ്ട് അതിനകത്ത്, പക്ഷേ ഒരു കുട്ടിയെ ബാത്ടബിൽ കൊല്ലുന്ന കഥയൊക്കെയാണ്. അപ്പം പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നത് വളരെ ഒറിജിനൽ തോട്ടാണത്. അതുകൊണ്ട് ഇത് എവിടെയും ഏത് ഓഡിയൻസിൻ്റെ മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. അതേപോലെ ഈ 2000-ൽ ഈ സോങ് ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും ഈ സിനിമ ഇത്രയും ജനപ്രിയമായത് അതിലെ പാട്ടുകൾ തന്നെയായിരുന്നു. 2000-ൽ ഈ പാട്ടുകൾ എത്രമാത്രം ഹിറ്റായിരുന്നു? അതിൽ സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ് ഏതായിരുന്നു? 2000-ലും ഈ പാട്ടുകളെല്ലാം ഹിറ്റായി. പക്ഷേ ഇന്നിപ്പോൾ എന്തരോ മഹാനുഭാവനൊക്കെ കിട്ടുന്ന ആ തിയേറ്ററിലെ റെസ്പോൺസ് ഉണ്ടാകാനുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല. തിയേറ്ററിൽ നിന്നില്ലല്ലേ സിനിമ അങ്ങനെ ഒരു ആസ്വദിക്കപ്പെടുന്ന. പിന്നീട് അവർ പേഴ്സണൽ ഇപ്പം നമ്മളുടെ ഒരു റിംഗ് ടോൺ, കോളർ ടോണൊക്കെ പലരുടെയും ഇത് തന്നെയാണ്. എൻ്റേതും അങ്ങനെയായിരുന്നു. ഞാൻ പോലും കുറേ കാലം അത് വെച്ചിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുമിച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കോള് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുക്കുമ്പോൾ അത് അടുത്തിരിക്കുന്ന ആരുടെയാണ്. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു ഫേവറേറ്റ് ഒരു മ്യൂസിക് ഒരു ബിറ്റായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ റിംഗ് ടോണില്ല, എൻ്റെ കോളർ ടോൺ അതുള്ളൂ അല്ലേ, അത് മാത്രമാണ്. മറ്റത് ഞാൻ മാറ്റിയത് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതുള്ളത് കൊണ്ട് നമ്മുടെ ഫോണിലാണ് റിങ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. പക്ഷേ ആ പാട്ട് പിന്നീട് ഇപ്പോൾ അതൊരു ഒരു ഐക്കോണിക് ഒരു സിംഫണി അങ്ങനത്തെ ആ ലെവലിലേക്കൊക്കെ അത് മാറിക്കഴിഞ്ഞു. പിന്നെ
പൂവയൊന്നും അന്ന് അത്ര ഹിറ്റായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ സിനിമയുടെ റിലീസിനോട് ബന്ധപ്പെട്ടിട്ടാണ് പൂവയൊക്കെ കുറച്ചും കൂടെ ഒരു പോപ്പുലർ ഒരു ഇതിലേക്ക് എത്തിയത്. പ്രത്യേകിച്ചും അതിൻ്റെ റീൽസൊക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങിയപ്പോഴാണ്. കരളെ നിൻ കൈപിടിച്ചാലായിരുന്നു അന്ന് കുറച്ചും കൂടെ പോപ്പുലർ ആയിരുന്നത്. അതൊരു സ്ലോ മെലഡി ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക്, അന്നത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ അത്രയും നൊസ്റ്റാൾജിക് ഒരു മ്യൂസിക്കിൻ്റെ ഫീൽ ഉള്ളതുകൊണ്ടൊക്കെ അവരത് അക്സെപ്റ്റ് ചെയ്തതാണ്. അന്നും ഇന്നും അന്ന് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് എൻ ജീവനെ എന്ന് പറയുന്ന പാട്ട്. എൻ്റെ ഫേവറേറ്റ് അതായിരുന്നു ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മറ്റു പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തതിനേക്കാളും ഞാൻ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തത് ആ സോങ്ങാണ്. അപ്പോൾ അത് ഇന്ന് സ്വീകരിക്കപ്പെടുന്നു. ഇന്ന് വലിയ രീതിയിൽ അതിനെയും ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്. ഇനി മറ്റ് സാറിൻ്റെ സിനിമകളിലേക്ക് പോവുകയാണെങ്കിൽ സംവിധായകൻ ജിസ് ജോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കിരീടം എന്നുള്ളൊരു സിനിമ ആ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്ന്. കാരണം അത്രയും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ചെറിയൊരു വിഷയത്തിൽ നിന്നുമാണ് പിന്നെ ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനൊരു സിനിമ സാറിൻ്റെ ഒരു ലൈഫിൽ സാറിനെ എന്തൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് എന്തൊക്കെ, ആ ഒരു കഥ എങ്ങനെയൊക്കെ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കിരീടത്തിൻ്റെ കഥ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. ഇത് എവിടെയും ആർക്കും നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്തരം ഒരു സിറ്റുവേഷൻ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു അച്ഛന് വേണ്ടിയിട്ടൊരു മകൻ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു മകൻ മുന്നോട്ട് വരികയും അതിൽ നിന്നുണ്ടാകുന്ന സെറ്റ് ബാക്ക്സ് അയാളുടെ ജീവിതത്തെയൊക്കെ തകർത്തുകളയും ചെയ്യുന്നതാണ്. ഇത് ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഏതൊരു വ്യക്തിയും സ്വന്തം അച്ഛൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളപ്പോൾ ഇടപെടും. ആരായാലും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. നമ്മൾ അച്ഛനെ ആരെങ്കിലും മാതാപിതാക്കളെ ആരെങ്കിലും അവർക്കൊരു എന്താണ് ഒരു ത്രെട്ടോ ഒരു അറ്റാക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തായാലും അത് നോർമൽ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എവിടെ കൊണ്ട് നമ്മൾ ഈ കഥ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതാണ് ആ സിനിമ അത്രയും ഹിറ്റാകാനുള്ള കാര്യം. പലപ്പോഴും പലരും ധരിക്കുന്നത് ഇത് ആക്ഷൻ സിനിമയാണ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ബാക്കിങ്ങിലുള്ള ആക്ഷൻ മാത്രമാണ്, അല്ലാതെ അടിക്കാൻ വേണ്ടി അടിക്കുന്നൊന്നുമല്ല. അത് നിവൃത്തികേടിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അതിനകത്തൊരു ആക്ഷൻ സീനിലേക്ക് അത് പോകുന്നത്. അല്ല ഒരു സംഘടനം പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ആ ആക്ഷൻ സീക്വൻസസ് മാറ്റി വെച്ചാൽ ആ സിനിമയില്ല. പക്ഷേ അതൊരു ആക്ഷൻ സിനിമയല്ല, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഡെപ്തിൽ കൂടെ നമ്മൾ പറയുന്ന ഒരു കഥ കൂടിയാണ്. അത് എന്നെ ആ കഥയുടെ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പിവട്ടൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ അച്ഛനെ ആക്രമിക്കുമ്പോൾ ഇയാൾ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ്. അത് പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബ്രേക്കാണ്. അതിനു മുമ്പ് എനിക്ക് സിനിമകൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുണ്ട്. ആവറേജ് ഹിറ്റ്സ് ഉണ്ട്. അതിൽ ഓഗസ്റ്റ് എന്ന് പോലുള്ള സിനിമകളൊക്കെ കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ കണ്ടൻ്റുള്ളൊരു സിനിമ ഈ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് ഇപ്പോൾ തനിയാവർത്തനം പോലും അങ്ങനെ വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റായില്ല. അത് വളരെ വലിയ രീതിയിൽ വൈഡ്ലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഒരു കൊമേഴ്ഷ്യലി വലിയ സക്സസ് ഒന്നും ആയില്ല. കിരീടമാണ് ഒരു മാസ് സിനിമ എന്ന രീതിയിലും സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് ലെവലിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോൾ തനിയാവർത്തനം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, മമ്മൂട്ടിയുടെ വളരെ ഒരു മികച്ച സിനിമയിൽ ആദ്യ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 സിനിമ എടുത്ത് നോക്കി അതിൽ തനിയാവർത്തനം ഉണ്ടാവും. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ സദയവും അതുപോലെയാണ്. ഈ 2 പേരുടെയും വളരെ അവരുടെ കരിയറെ തന്നെ മാറ്റിമറിച്ച 2 സിനിമകളാണത്. ആ ഒരു സിനിമ ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ഈ അഭിനയം നേരിൽ കാണുമ്പോൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ സാറിന് തോന്നിയത്? അവരുടെ അഭിനയം നോക്കി കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? തനിയാവർത്തനത്തിന് മുമ്പ് ഞാൻ മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊരു നോർമൽ അന്നത്തെ കാലത്ത് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺവെൻഷണൽ പാറ്റേണിലുള്ളൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ അതൊരു ആവറേജ് ലെവലിലൊക്കെ ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തു. ഒരു ആക്ടർ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് അതിനകത്ത് വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല അത്. തനിയാവർത്തനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണത്. അതുവരെ ഞാൻ ചെയ്ത സിനിമകൾ ഒരു മീഡിയോക്കർ സിനിമകളാണ്. അതിലൊരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അതാണ് പിന്നെ എൻ്റെ 3ാമത്തെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. പക്ഷേ എങ്കിൽ പോലും നമ്മളത് നാഷണൽ അവാർഡ് കിട്ടാൻ പോകുന്നൊരു കഥയാകുന്ന സിനിമയാണെന്ന് അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. അതിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ടാണ് അതിന് അവാർഡ് കിട്ടിയത്. പക്ഷേ അത് മോശം സിനിമയൊന്നുമല്ല. ആൾക്കാർ ഇഷ്ടപ്പെട്ട ഇപ്പോഴും ഒരു കൾട്ട് സ്റ്റാറ്റസിൽ തന്നെ ആൾക്കാർ അതിൻ്റെ
സീൻസൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തനിയാവർത്തനം ചെയ്തതുപോലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണ്ടൻ്റ് ഉള്ളൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ സിനിമ ചെയ്യുമ്പോഴാണ് എനിക്ക് തന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ഏത് തരം സിനിമ ചെയ്യാൻ പ്രാപ്തനായ ആളാണെന്ന്, അല്ലെങ്കിൽ ഏത് തരം സിനിമയാണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധ്യം എനിക്കുണ്ടാകുന്നത് തനിയാവർത്തനം ചെയ്യുമ്പോഴാണ്. ഇതാണ് എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു ഏരിയ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് ആ രീതിയിൽ പ്രേക്ഷകരെ അവരുടെ ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് തനിയാവർത്തനം ഈ 37 വർഷങ്ങൾക്ക് ശേഷവും തനിയാവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്? ആ സിനിമ നമ്മുടെ ആരുടെ മനസ്സിൽ നിന്നും നമ്മൾ തിയേറ്ററിൽ കണ്ട് ഉപേക്ഷിച്ച് പോയ സിനിമയല്ല. അത് നിങ്ങളുടെ കൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. ബാലൻ മാസ്റ്ററും അയാളുടെ ജീവിതവും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അതുണ്ടാകാൻ കാരണം അത്രയും വളരെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥയുണ്ട് അതിനകത്ത്, ഒരു ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റുണ്ട് അതിനകത്ത്, വലിയ രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരു ഇമോഷണൽ ഡ്രാമയുണ്ട് അതിനകത്ത്. പക്ഷേ ആ ഡ്രാമയൊക്കെ ഡ്രാമയായി തോന്നാത്ത രീതിയിൽ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അവർക്കതിനെ ആ കഥയും കഥാപാത്രത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ്. മമ്മൂട്ടിയുടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള സിനിമകളിൽ ഒന്നായിട്ട് അതിനെ ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നുണ്ട്. സതയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലാലുവായിട്ട് ചെയ്ത സിനിമകളിൽ അതേപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ ആക്ടിങ് ഒരു സ്കില്ല് അതിൻ്റെ ഏറ്റവും മികച്ച ലെവലിൽ ചെയ്ത സിനിമകളാണ്. ഇപ്പം ദശരഥം, ഭരതം ഒക്കെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. കമലദളം, ഇതൊക്കെ അതൊക്കെ ഒരു അത്രയും വെർസറ്റൈലായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ആക്ടർ ഒരു ഡയറക്ടർ ഒന്നിച്ച് അധികം ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അബ്ദുള്ള ചെയ്ത പോലെ ആ ക്യാരക്ടറല്ല, ഭരതം വേറൊരു ലെവലാണ്, അതിനപ്പുറത്തേക്ക് വേറൊരാൾ കമലകൾ എത്തുന്നത്. ഇതിനെയൊക്കെ കവച്ചു വെക്കുന്നതാണ് സതയത്തിലെ ക്യാരക്ടർ. സതയം ഭയങ്കര ഇതേപോലെ തന്നെ MT സാറിനെ പോലെ ഒരു മഹാനായ എഴുത്തുകാരൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചലഞ്ചൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും ഏറ്റവും ശ്രദ്ധയോടെ ഭയത്തോടെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്, ആ സ്ക്രിപ്റ്റാണത്. അത് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അസസ്മെൻറ്റിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഡയറക്ടോറിയൽ ഒരു വർക്ക് എന്ന് പറയുന്നതിൽ ഒരു സിനിമയുടെ ഫിലിം മേക്കർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് അതാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ 2 സിനിമകളിലും ഏതെങ്കിലും ഒരു രംഗം ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ റീടേക്കുകളൊക്കെ വന്നിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? റീടേക്കുകൾ സ്വാഭാവികമാണല്ലോ, അത് വരുമല്ലോ. എല്ലാം മിസ്റ്റേക്കുകളും ഒക്കെ ആണോന്നില്ല, പല കാരണങ്ങൾ കൊണ്ടും. ഇതിനകത്തെ ഈ 2 സിനിമകളിലെയും ഇമോഷണലി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉള്ളതുകൊണ്ട് നമ്മളും ആ സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇമോഷൻ്റെ ഒരു പാർട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര ഡിറ്റാച്ചഡായിട്ട് നിന്ന് ചെയ്യാൻ ശ്രമിച്ചാലും ചില ഇമോഷണൽ കണ്ടൻറ്റുകളിൽ നമ്മളും അറിയാതെ അതിനകത്തും ഇമ്മേഴ്സ്ഡായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ സതയത്തിൻ്റെ കുട്ടികളെ കൊല്ലുന്ന സീക്വൻസൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിട്ട് 4 രാത്രി കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെയാണ്, സ്ക്രിപ്റ്റിൻ്റെ ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. സാധാരണ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഷോട്ട്സ് എടുക്കും. ഇത് കൃത്യമായിട്ട് ഏകദേശം അതിൻ്റെ ഒരു ഗ്രോത്ത്, കഥയുടെ സീനിൻ്റെ ഗ്രോത്തിലുള്ള സഞ്ചരിച്ച് തന്നെയാണ് അതിൻ്റെ ഷോട്ട്സൊക്കെ ഷൂട്ട് ചെയ്തത്. അത് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഗ്രോത്ത്, അയാളുടെ മെൻ്റൽ സ്റ്റേച്ചർ പതുക്കെ മാറി അയാളൊരു എക്സെൻട്രിസിറ്റിയുടെ ഒരു ഹൈറ്റിലേക്ക് പോകുന്ന, കുട്ടികളെ കൊല്ലുന്നതിനും ആ സീൻ തുടങ്ങുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആ സീനിലൂടെ സഞ്ചരിച്ച് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്ക് അയാളൊരു എക്സെൻട്രിക് ലെവലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ആ ട്രാവലൊക്കെ ഒരു ആക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളത് റാൻഡമായിട്ട് എടുത്താൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. ചെയ്യുന്നവരാണോ മോഹൻലാൽ ഒരാൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ മറ്റ് കൂടെയുള്ള ആക്ടേഴ്സിന് പിന്നെ ഒരു ഫിലിം മേക്കർ എന്നല്ല എനിക്കും ആ ട്രാവലിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രാഫ് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ അങ്ങനത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോട്ടിൻ്റെ കഥയുടെ സീനിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ അത് പ്രോഗ്രസീവായിട്ട് പോകുന്നതാണ് അങ്ങനെ ആ സീനിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം ലാലേട്ടനെ കുറിച്ച് പണ്ടൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുടെ രീതിയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ലാൽ സാർ ചെയ്ത അല്ലെങ്കിൽ റെഫർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാം? ഇതിനു മുമ്പ് കിരീടം ചെയ്യുമ്പോഴും സിമിലറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
ഇയാൾ കിരിക്കാടൻ ജോസിനെ മാർക്കറ്റിൽ വെച്ചിട്ട് അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞു. അയാൾ മരിച്ചു എന്നുള്ളൊരു ധാരണയിൽ ഓഡിയൻസും ഇയാളുമാകുന്നൊരു അവസ്ഥയിൽ ഇയാൾ വന്ന് ആ കാളവണ്ടിയുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പം തൊട്ട് ഇയാൾ ആദ്യം ആ സീൻ തുടങ്ങുമ്പോൾ അയാൾ വളരെ നോർമലായിട്ടുള്ള ഒരു ചാവേർ മനസ്സോടുകൂടിയാണ് കൊല്ലുന്നേക്ക് വന്നിട്ട് ഞാൻ എന്നെയല്ല അതെനിക്ക് വേണ്ടത് എന്നുള്ളൊരു, കാരണം എൻ്റെ വീട്ടുകാരെ അറ്റാക്ക് ചെയ്യുന്നു, അവർക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കീഴടങ്ങില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ അയാൾ അറ്റാക്ക് ചെയ്യുന്നുള്ള ഭയം കൊണ്ടുമാണ് അയാൾ ശരിക്കും ഒരു ഹീറോ ആയിട്ടല്ല, അയാളൊരു സാധാരണക്കാരനായിട്ട് അയാൾ ആ സിനിമയുടെ തുടക്കത്തിൽ അയാൾ ആരായിരുന്നു, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലുള്ള അയാൾ തന്നെ അവിടെ വന്നിട്ട് അയാൾ സറണ്ടർ ചെയ്യുന്നൊരു അവസ്ഥയിലാണ് ആ സീക്വൻസ് തുടങ്ങുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇയാൾക്ക്, ഏതൊരു മനുഷ്യനും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കുന്ന അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെങ്കിൽ കിട്ടിയാൽ അതിലും പിടിച്ച് രക്ഷപ്പെടാൻ നോക്കും. ജീവന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫൈറ്റുണ്ട്. അതാണ് ഇയാളും ചെയ്തത്. അയാളെ അടിച്ച് കൊല്ലുന്നതിന് മുമ്പ് അയാൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുന്ന ഒരു റെസിസ്റ്റൻസ് അയാൾ ചെയ്യുന്നത്. അതിലയാൾ ഓവർപവർ ചെയ്യാനും അയാളെ മറ്റേയാളെ അടിച്ച് താഴെ ഇടാനും കൊല്ലാനും കഴിഞ്ഞു. കൊന്നു എന്നയാൾ ധരിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട ആളല്ല, അയാൾ ടോട്ടലി മെൻ്റലി ഒരു ഭയങ്കരമായ ഒരു ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നു. അയാൾ നോർമാലിറ്റിയിൽ നിന്ന് മാറിയിരിക്കുന്നു, ഒരു അബ്നോർമൽ ലെവലിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു. ആ വണ്ടിയുടെ താഴെ ഇരിക്കുമ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ തൊട്ട് ഇയാൾ അബ്നോർമലാണ്, ഇയാൾ ഇതുവരെ ചെയ്ത ഒരു ജസ്റ്റസിന് വേണ്ട ഇല്ലാത്തൊരു ജസ്റ്റർ കാണിക്കാൻ പറ്റും, ഒള്ളി ക്ലോസപ്പാണ്, മുഖം കൊണ്ട് മാത്രം കാണിക്കാൻ പറ്റുന്ന. ഞാൻ പറഞ്ഞു, ഇയാൾ കത്തി തപ്പുന്നുണ്ട്, അവിടെ ഒരു കത്തി വീണുണ്ട്, ആ കത്തിക്ക് വേണ്ടി ഇയാൾ പരതുന്നുണ്ട് അങ്ങോട്ട് നോക്കാതെ. ഞാൻ പറഞ്ഞു, കത്തി ഉണ്ടെന്ന് അറിയാം, അയാൾ നോക്കാതെ കത്തി പരതിക്കോളാം. പക്ഷെ മുഖത്ത് ഇയാൾ നോർമൽ അല്ലാന്ന് ഓഡിയൻസ് കിട്ടുന്നൊരു ജസ്റ്റർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കാണിച്ചു. അപ്പോൾ ച്യൂ ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇയാൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ അനാവശ്യമായിട്ട് ഒരു ച്യൂയിങ് ഒന്നും ചെയ്തിട്ടില്ല. അതിനൊരു ആ ച്യൂ ചെയ്യുന്നത് വായിലൊന്നും ഇല്ലാതെ ഒരാൾ ചെയ്യുകയെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനകത്ത് ചെയ്തത്. അതിനകത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സീക്വൻസിൻ്റെ തുടർച്ചയുള്ള എല്ലാ പോർഷനിലും അയാളതുണ്ട്. അറിയാതെ ഒരു ചുണ്ടിങ്ങനെ നമുക്കറിയാം, ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ആ കത്തി താഴെ ഇടാൻ പറയുന്ന സമയത്തൊക്കെ അയാളുടെ ഉള്ളിൽ അതുണ്ട്. അതേ ഒരു ഏരിയയിൽ തന്നെയാണ് സദയത്തിലേക്ക് എത്തുമ്പോഴും എത്തുന്നത്. ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ചെയ്ത ആ ഒരു ച്യൂയിങ്ങിൻ്റെ ഒരു ചെറിയ അതായിട്ട് തോന്നരുത്, എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിൽ അതിനെ ഒന്ന് ഇതിനകത്ത് ഇടാൻ പറഞ്ഞു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്നെ അമ്പരിപ്പിച്ചത്, ഇയാളെ ക്ലോസപ്പ് എടുക്കുമ്പോൾ ഇയാളുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംശയിച്ചത് ഇയാൾ ഗ്ലിസറിൻ ഇട്ടിട്ടുണ്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറാമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ക്യാമറാമാൻ ഒരു ഗ്ലിറ്റർ ഉണ്ട് അയാളുടെ കണ്ണിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അസിസ്റ്റൻസിനെ വിളിച്ച് ചോദിച്ചു, ഗ്ലിസറിൻ കൊടുത്തോ ചോദിച്ചപ്പോൾ അവരാരും കൊടുത്തിട്ടില്ല. അപ്പം ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, ഒരു ഗ്ലിസറിൻ ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു ആക്ടറുടെ, ഒരു ബോൺ ആക്ടറുടെ ഒരു ഇതാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പെടുത്താണ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ ഒരു ഗ്ലിറ്റർ ഉണ്ടാവും കണ്ണിലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല, അങ്ങനത്തെ ഒരു നിരീക്ഷണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ അതിലേക്ക് എത്തിപ്പെടുകയാണ്. ഒരു ആക്ടർ എന്ന് പറയുന്ന ആൾ ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് എത്രമാത്രം ആഴത്തിൽ കയറി ചെല്ലുന്നു എന്നുള്ളത്. എന്നാൽ ഈ ഷോർട്ട് കട്ടിനും ആക്ഷനും കട്ടിനും ഇടയ്ക്ക് അയാൾ വേറെ ആളാണ്. അപ്പുറത്തേക്ക് ആക്ഷനും മുമ്പും കട്ടിനും ശേഷവും അയാൾ വേറെ മനുഷ്യനും വേറെ നോർമൽ മനുഷ്യനാണ്. ആ ഒരു പോയിൻ്റ് അയാൾ അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചോളം. ഇതേപോലെ ഈ കിരീടം സിനിമയിലേക്ക് വരുവാണെങ്കിൽ അതിൽ കണ്ട അച്ഛനല്ല ചെങ്കോലിലുള്ളത്, അച്ഛൻ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം ഇപ്പം അച്ഛനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു റെഫറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ഈ മകനാണെങ്കിൽ പോലും കിരീടത്തിൽ ഇത്രയും അധികം സ്നേഹിച്ച ഒരച്ഛൻ ചെങ്കോലിൽ നിങ്ങളെയായിരുന്നു ഞാൻ സ്നേഹിച്ചെന്നുള്ള രീതിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ക്യാരക്ടർ ബിൽഡിങ് ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ കിരീടം എന്ന് പറയുന്നതിനകത്ത് കിരീടത്തിലെ ഏത് കഥാപാത്രങ്ങൾക്കും ഒരു ബാക്ക് സ്റ്റോറി ഇല്ല, അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അനുഭവം പശ്ചാത്തലമില്ല. ഒരു നോർമലായിട്ട് ജീവിച്ച ഒരു പോലീസ് കോൺസ്റ്റബിളും അയാളുടെ മകനും സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നൊരു കുടുംബമായിരുന്നു. അവർക്കതിനു മുമ്പ് അവരെ ഹേർട്ട് ചെയ്യുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തങ്ങളൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അവർ വളരെ ഹാപ്പി ഗോ ലക്കി ഗോ എന്ന് പറയുന്ന പോലത്തെ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്.
ആ ഈ സിനിമ ഘട്ടത്തിലാണ് ഈ അച്ഛനും ഇയാൾ ഈ ഒരു ആക്ഷൻ ഇൻ്റർവൽ പോർഷനിലുള്ള ആക്ഷൻ ഇയാൾ ഇടപെടുന്നത് തൊട്ടാണ് അവരുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. അയാളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു. അയാളെ പടം അവസാനിക്കുമ്പോൾ അയാളൊരു കൊലപാതകമാണ്. ഇയാൾ ഈ സെനറ്റോറിയസ് ക്രിമിനൽ നിന്ന് അച്ഛനെ രേഖപ്പെടുത്തേണ്ടി വരും. ആ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് സീക്വൻസ് നമുക്കറിയാമോ, അച്ഛൻ്റെ സ്വപ്നമാണ് മകൻ SI ആയി വന്ന് സല്യൂട്ട് ചെയ്യുന്ന സ്വപ്നത്തിൽ നിന്നും അതേ അച്ഛൻ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ, ഈസ് നോട്ട് എലിജിബിൾ എന്ന് പറയുന്നത്. അവിടേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു ഭയങ്കര ബ്രില്യൻ സ്ക്രിപ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ആ സിനിമ അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ മുഖത്താണ്. മകൻ കൊലപാതകയായി, അച്ഛൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി, അമ്മ, സഹോദരങ്ങൾ, എല്ലാവരുടെ ആ ജീവിതം മൊത്തം ആ കുടുംബത്തെ ഷാറ്റഡായിപ്പോയി. രണ്ടാമത്തെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചെങ്കോല് ചെയ്തെങ്കിലും കഥയിൽ 7 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ്. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇയാൾ പുറത്തേക്ക് വരുന്നതാണ്. ഈ 7 വർഷം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്തായി, ഇവരെവിടെയാണ്, ഇവരുടെ ജീവിതത്തിന് എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് ചെങ്കോൽ എന്ന് പറയുന്ന സിനിമ. ചെങ്കോലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു ഹ്യൂജ് ഒരു ബണ്ടിൽ ഓഫ് എന്താണ് ഭയങ്കര ഒരു പാസ്റ്റുണ്ട്, ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു പാസ്റ്റുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനുണ്ട്. സേതുമാധവനുണ്ട്, അച്യുതൻ നായർക്കുണ്ട്, അമ്മയ്ക്കും അനുജത്തിമാർക്കും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വളരെ വലിയൊരു ദുരന്തത്തിൻ്റെ ഫേസിലൂടെ കടന്നു വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കിരീടത്തെക്കാളും മോർ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെങ്കോലാണെന്നാണ് എൻ്റെ ഉറപ്പ്. അത് സേതുമാധവൻ്റെ രണ്ടാമത്തെ സേതുമാധവനാണ് ഏറ്റവും നല്ല പെർഫോമൻസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ സേതുമാധവനേക്കാൾ കൂടുതൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഈ രണ്ടാമത്തെ സേതുമാധവന് ചെയ്യേണ്ടി വരുന്നത് ആ ഒരു ബാഗേജ് ഓഫ് ട്രാജഡി ഇയാളുടെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ മാറിയതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഇത്രയും നല്ലൊരു പോലീസുകാരനെ നിങ്ങളൊരു പിമ്പാക്കിയോ, മകളെ കൂട്ടിക്കൊടുക്കുന്ന ആളാക്കിയോ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. മനുഷ്യന് നിവൃത്തികേടാണ്. ആ മനുഷ്യൻ്റെ നിവൃത്തികേടിൻ്റെ അങ്ങേയറ്റാണ്. അയാൾ മദ്യപാനത്തിലേക്ക് പോയി. അതൊന്നും ചെയ്യാതെ വല്ലപ്പോഴും ഒരു ഞായറാഴ്ചകളിൽ ഒരു കുപ്പി വീഴ്ച വീട്ടിലിരുന്ന് അവരും മാത്രം കഴിക്കുന്നൊരു അങ്ങനത്തെ ആ സീനുകളൊക്കെ ആദ്യമുണ്ട്. അവിടുന്ന് ഇയാളൊരു മുഴുക്കുടിയനായിട്ട് മാറുന്നു. മകൻ ഒരാൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, ഒരു മകൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നു, അമ്മ രോഗിയായി കിടക്കുന്നു, ഒരു മകൻ ജയിലിലാവുന്നു. ഇങ്ങനെ ഒരു അച്ഛൻ്റെ അവസ്ഥ എന്താണ്? അയാൾക്കൊരു വരുമാനമില്ല, മാർഗ്ഗമില്ല. പോലീസുകാരെന്ന നിലയിൽ സാധാരണ എല്ലാ പോലീസുകാർക്കും ഉണ്ട്. ജോലിയിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഭയവും പേടിയൊക്കെയാണ്. പക്ഷേ ജോലിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരോട് ആ പഴയ ബഹുമാനം ഉണ്ടാകുന്നില്ല. പലർക്കും വൈരാഗ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ പിന്നെ അയാൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് സർവൈവ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. അവസാനത്തെ അയാൾ സന്തോഷത്തോടുകൂടി ആയിരിക്കത്തില്ല ഒരിക്കലും ഒരു അച്ഛനും അങ്ങനെ ചെയ്യുന്നത്. മകൾ നാടകത്തിൽ പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ചില ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോകുന്നു. അതൊക്കെ അയാൾ കണ്ണടയ്ക്കേണ്ടി വരും. ഇതാണ് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങളാണോ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛൻ എന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, ബഹുമാനിച്ചതെന്ന് പറയുന്ന അതൊരു തകർച്ചയുടെ അവസ്ഥയല്ലേ. അത് കഴിഞ്ഞ ഉടനെ അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത എത്തുകയാണ്. അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത്. വന്ന് അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത ഇവിടെ വന്ന് മണിയമ്പിള്ള രാജു ഇയാളുടെ അടുത്ത് പറയുന്ന സമയത്തുള്ള മോഹൻലാലിൻ്റെയൊക്കെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് ഓഫ് ഒരു ആക്ടറുടെ അതിന് ആ സിനിമയ്ക്കൊക്കെ അംഗീകാരം കിട്ടാതെ പോയത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കിരീടത്തിൽ നിന്ന് ഇയാൾക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടി. പക്ഷേ സതയത്തിലായാലും ചെങ്കോലിലായാലും അയാൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു പെർഫോമൻസ് അല്ലേ ചെയ്തത്. എല്ലാ ജോണറിലും സിനിമ ചെയ്യാൻ കഴിയണം. നമ്മൾ ഒരു ഫിലിം മേക്കറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ചെയ്യുന്നതെല്ലാം ചെയ്യും. ആദ്യത്തെ നോൺ ഷോ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറിനെ വിളിച്ചു, പറഞ്ഞു ഗംഭീരമായ ഇയാൾ വരുന്നതോടുകൂടി തിയേറ്റർ പൊളിഞ്ഞു പോകുന്ന എനിക്ക് പേടിക്കുക. അത്ര ആൾക്കാർ അങ്ങോട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് ചെയ്യാനും മാത്രമുള്ളൊരു ഒരു തുടർച്ച ആ സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. കാരണം അതിനകത്ത് അവിടെ അവസാനിച്ചിട്ടുണ്ട്. തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. തനിയാവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് ഞാൻ എൻ്റെ കരിയറിൻ്റെ ദിശ തീരുമാനിക്കപ്പെടുന്നത്. ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞത് അവിടെയാണ്. 2010 അപൂർവരാഗം ചെയ്യുന്നത്. 2020 ഞാൻ കൊത്ത് ചെയ്യുന്നത്. ആ ഒരു 10 വർഷം കൊണ്ട് ആസിഫ് എന്ന ആക്ടറുടെ ഒരു ഗ്രോത്ത്
ഭയങ്കരമാണ്. ഭാഗ്യം കൊണ്ട് എത്ര കാലം നിൽക്കാൻ പറ്റും. പക്ഷെ നിൽക്കുന്നവരും സർവൈവ് ചെയ്യുന്നവരും അവർ കഴിവുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും വെർസറ്റാലിറ്റി ഉള്ള ഒരു ആക്ടേഴ്സ് നമുക്കിപ്പോൾ ഇല്ല. ദേവദൂതൻ്റെ സക്സസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവരെ ആരെയും കുറച്ച് കാണുകയല്ല, പക്ഷേ അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്വാളിറ്റിയിൽ അത് വന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും.